ബൈജു അപ്പം യുക്രൈൻ വഴി ഞാൻ അമേരിക്കയിലെത്തി. അതെ, ഉക്രൈൻ വഴിയല്ല, ഉക്രൈനിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ട് നേരെ ഇങ്ങോട്ട് നാട്ടിൽ വന്ന് അങ്ങനെ കടന്നു പോകുന്നതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇല്ലില്ല. അപ്പൊ ലിസേ, ഇത് ബൈജു കൊട്ടാരക്കര, ഇത് മധു കൊട്ടാരക്കര. ഇത് മധു കൊട്ടാരക്കര. പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ പിന്നെ ആദ്യത്തെ കൊട്ടാരക്കര ആയിരിക്കും ഇല്ലേ? കൊട്ടാരക്കര ശ്രീധരൻ നായർ കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കര ശ്രീധരൻ നായർ സിനിമയിൽ വന്ന കൊട്ടാരക്കര അല്ല, കൊട്ടാര ശ്രീധരൻ നായർ, KP കൊട്ടാരക്കര, ബോബി കൊട്ടാരക്കര. ഓ, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. മജുട്ടും പറഞ്ഞു യുക്രൈനിൽ റിപ്പോർട്ട് ചെയ്യുന്ന. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തുവായിരുന്നു? വെർ യു സ്കേർഡ്? പേടി ഉണ്ടായിരുന്നു അത് പോയി റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാൻ? പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്നെ അറിയാവുന്ന ആളുകളെല്ലാം പറഞ്ഞു പോകണ്ട എന്നാ പറഞ്ഞത്. പോകണ്ട, പോകരുത്, പോയാൽ ആപത്താണെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ഇന്ത്യൻസിന് വിസ കിട്ടില്ലായിരുന്നു. അവർക്ക് ഇന്ത്യൻസിനോട് എൻട്രി ഇല്ല. ഏതാണ്ട് ഒരു 6-7 മാസത്തോളം എടുത്താണ് ആ വിസ സംഘടിപ്പിച്ചത്. അത് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അതിനകത്ത് വിസ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഹംഗറി ഇറങ്ങിയിട്ട് ഹംഗറിയിൽ നിന്ന് 350 മൈലോളം ബൈ റോഡാണ് യാത്ര ചെയ്തത്. ബൈ റോഡ് പോയി കഴിഞ്ഞിട്ട് മുക്കാച്ചോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ കീവിൽ ചെന്നപ്പോൾ, കീവ് സിറ്റിയിൽ ഞാൻ ചെല്ലുന്ന അതേ ദിവസം ഒരു വിസയിൽ വീഴാം. കീവിൽ നിന്ന് ഞാൻ അന്ന് പോകുന്ന ബുച്ച ഇറുപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ലോകം അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ബൈജുവിന് ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഉൾഭയം 3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഉൾഭയം മാത്രമല്ല, സീരിയസ് ആയിട്ട് നമ്മൾ നടന്നു. ഒരു ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. ഈ സൗണ്ടും ഭയങ്കര വെളിച്ചം വെക്കണം. അപ്പൊ ഈ ഫുൾ ഗ്ലാസ് ആണ്. ആ സൈഡിലെല്ലാം, ആ വിൻഡോയിലെല്ലാം ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പപ്പടം പൊടിയുന്നു, അല്ലെങ്കിൽ പൊടിഞ്ഞ് താഴെയിട്ട് വീഴുന്നു. ഞാനിങ്ങനെ വെള്ളോട്ട് നോക്കുമ്പോൾ ഈ ഭയങ്കരമായ വെളിച്ചം മാത്രമാണ് കാണുന്നത്. പറഞ്ഞ് തൊട്ടടുത്തൊരു അപ്പാർട്ട്മെന്റിൽ ഒരു 300 മീറ്റർ അപ്പുറത്തൊരു അപ്പാർട്ട്മെന്റിൽ മിസൈൽ വന്ന് വീണ. അടുപ്പിച്ച് ആ ദിവസം തന്നെ രാത്രി ഒരു 3 മിസൈലോളം അവിടെ വീണു. 18ഓളം പേര് അവിടെ കൊല്ലപ്പെട്ടു. അത് BBC പോലും ചെല്ലുന്നതിന് ആദ്യം റിപ്പോർട്ട് ചെയ്തെന്നാണ്. ഞാൻ തന്നെ വെളുപ്പിനെ ഞാൻ തന്നെയാണ് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തത്. അത് മൊത്തം തകർന്നു പോയി. ആ അപ്പാർട്ട്മെന്റ്, അടുത്തൊരു പള്ളി, അതെല്ലാം തകർന്നു പോയി. ഇത് മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു? ഞാൻ 48 ദിവസം ഉണ്ടായിരുന്നു. 48. ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നു? ആഹാരം കിട്ടുക? പട്ടിണി പല ദിവസം കിടന്നു. ആണല്ലേ? പട്ടിണി കിടന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരമില്ലാത്ത ദിവസങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. കാരണം ഹോട്ടലുകളിൽ ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഇല്ല. ഇനി ഒരു ടോട്ടലി ഒരു ഡിഫറൻറ്റ് ചോദ്യം ചോദിക്കട്ടെ. കാര്യം ഇപ്പം ഡൊണാൾഡ് ട്രംപ് വന്നു, കാര്യങ്ങൾ മുഴുവൻ മാറുകയാണ്. യുക്രൈനിൽ നിന്ന് അമേരിക്ക അകലുകയാണ്. സെലൻസ്കി ഒരു ഡിക്റ്റേറ്റർ എന്നാണ് ഏറ്റവും ഒടുവിൽ. ഇവര് തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വാക്പോര് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റഷ്യ ആക്രമിച്ചതാണെന്ന് പ്രമേയത്തിൽ വന്നാൽ അമേരിക്ക പിന്തുണയ്ക്കത്തില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻഡ്. G7-ലും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലും. ഇപ്പം 3 വർഷം തികയാൻ പോവാ 2 ദിവസം കഴിയുമ്പോഴും. അപ്പൊ അമേരിക്ക പൂർണ്ണമായിട്ട് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്നിടത്ത് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഈ രാജ്യം തന്നെ മറന്നേക്കാനാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. ബൈജുവിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇതെല്ലാം നേരിട്ട് കണ്ടിട്ട് റഷ്യയെ പ്രകോപിപ്പിച്ചതാണോ? റഷ്യയെ പ്രകോപിപ്പിച്ചതല്ല. റഷ്യയുടെ കൂടെയുള്ള അടുത്ത് കിടക്കുന്ന ഈ മരിയപോള്, പിന്നെ ക്രിമിയ എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം റഷ്യയുടെ ബോർഡറോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ മുഴുവൻ ഇത് റഷ്യ കൈവശമാക്കിയത്. ഇത് റഷ്യ കൈവശമാക്കുകയും ചെയ്തു. അതുമല്ല, നമ്മൾ വിചാരിക്കുന്നുണ്ട് ഒരുപാട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം കണ്ടിട്ടില്ല, ഇത്രയും ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലം കണ്ടിട്ടില്ല. കാരണം ഈ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, വേൾഡിൽ ഏറ്റവും നല്ല സൺഫ്ലവർ ഓയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അതാണ്. അതുപോലെ മഷ്റൂം, തന്നെ ക്രൂഡ് ഓയിൽ, പിന്നെ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഇനി ഫ്രൂട്ട്സ് ഒക്കെ തന്നെയാണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ഫുഡ്. ഞാൻ അവിടെ ആപ്പിളും മുന്തിരി നിന്നാണ് പല ദിവസവും ജീവിച്ചിരിക്കുന്നത്. കാരണം ഒരു വീട്ടിലും ആളില്ല, ഒരു സ്ഥലത്തും ആളില്ല, വീടുകളൊക്കെ ബോംബിട്ട് തകർത്ത് വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഏതാണ്ട് 4 കോടി ജനങ്ങളോളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഏതാണ്ട് 80-85 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ആരെങ്കിലുമായിട്ട് സൗഹൃദം ഉണ്ടായ ഒരുപാട് പേര് ഉണ്ട്. വിട്ടുപിരിയാൻ പ്രയാസമായിരുന്നു. വിട്ടുപിരിയാൻ പ്രയാസം. അവിടുത്തെ മിലിറ്ററിയുടെ എന്നെ കൊണ്ടുപോയ ഓഫീസറായിട്ട് എനിക്ക് അവരോട് ഇപ്പം കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് ഇപ്പോഴും എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഒന്നുകൂടെ പോകേണ്ടി വന്നാൽ പോകും. ഉറപ്പായിട്ടും പോകും. ഞാൻ പോകും. ആഗ്രഹിച്ചിരിക്കുക പോകാനായിട്ട്. ഇല്ല, വരും. കാരണം നമ്മുടെ 24-ല് ഈ അവതാര പുലികൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് കണ്ടു കാണുമായിരുന്നു. അന്ന് ആഷ്മി, നമ്മുടെ പ്രവിത ലക്ഷ്മി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നപ്പോ ഞാനും ഉണ്ട്. ഞാൻ ഉക്രൈനിൽ നിന്നാണ്. അപ്പൊ ശ്രീണനും ചേട്ടൻ ചോദിച്ചു, ഇങ്ങനെ ബൈജു ഉക്രൈനിലുണ്ട്, ബൈജു ഒറ്റയ്ക്കാണ്, തണുപ്പാണ്, യുദ്ധമാണ്, ആർക്കെങ്കിലും പോകാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹാഷ്മി പോകുമെന്ന് ചോദിച്ചു. ഹാഷ്മി പറഞ്ഞു, ഞാൻ എന്ത് വരാന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരും പോകില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം പ്രവിത ലക്ഷ്മി പറഞ്ഞു, സാറേ ഞാൻ പോകുന്നു. പ്രവിത ലക്ഷ്മി, സാറേ ഞാൻ വേണേ പോകാന്ന് പറഞ്ഞു.
അന്നേരം എല്ലാവരും ചിരിച്ചു, പ്രകൃതലക്ഷ്മിയെ കളിയാക്കി വിട്ടു. അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഈ പ്രകൃതലക്ഷ്മി ഒരു കേട്ടോ ചോദിച്ചു, പ്രകൃതലക്ഷ്മി ഉക്രൈനിൽ പോകാന്ന് പറഞ്ഞു, ഒന്ന് പോയാലോ? എന്റെ പൊന്നി ചേട്ടാ, ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയാൽ ഞാനാ ഏറി വരുമെന്നായി. പ്രവിതയുടെ ആരാധികയെ. അതല്ലേ? അപ്പൊ ലിസിനെയും പ്രവിതയും കൂടെ കൊണ്ടുപോയാല് അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട് ഇത് സ്പോൺസർ ചെയ്യാൻ. ഇതിലൊരു തീരുമാനമാക്കി. ലിസൊന്നും ഇവിടെ ഒരു ദിവസം പോലും നിൽക്കത്തില്ല.